തമിഴകത്തെ ഒരു കാലത്തെ ഏറ്റവും സുന്ദരിമാരായ യുവാക്കളെയും എല്ലാവരെയും ഹരം കൊള്ളിച്ച രണ്ട് നടിമാരാണ് ജ്യോതികയും ലൈലയും. ഇവരെ രണ്ടുപേരിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. അത്രയും അടിപൊളിയായിരുന്നു ഇരുവരും. സൂര്യയുടെ നായികയായിട്ടാണ് ഇരു നടിമാരും തിളങ്ങിയിട്ടുള്ളത്. ചിരിക്കുടുക്ക എന്നാണ് ലൈലയെ ആരാധകർ അന്നും ഇന്നും വിളിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു തീരും മുൻപേ ലൈല ചിരിക്കാൻ തുടങ്ങും. എന്നാൽ അങ്ങനെയുള്ള ലൈലയെക്കുറിച്ചും ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു. അത്തരത്തിൽ ഒരു ഗോസിപ്പായിരുന്നു ജ്യോതികയുമായുള്ള പ്രശ്നം. സൂര്യ ലൈല കോംബോ വലിയ ഹിറ്റാണ്. നന്ദ, ഉനൈ നിനൈത്ത്, മൗനം പേസിയതേ, പിതാമകൻ പോലുള്ള സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചതോടെ തന്നെ ഇരുവരുമുള്ള കോംബോ ആരാധകർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ജ്യോതികയുമായുള്ള പ്രശ്നം ഊതി വീർത്തത്. 2003 ത്രീ റോസസ് എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് വന്ന വാർത്തകൾ വർഷങ്ങളായി ലൈലയ്ക്കും ജ്യോതികയ്ക്കും ഇടയിൽ പ്രശ്നമാണെന്നും ഇതിനെ തുടർന്ന് ഇരുവരും പരസ്പരം മിണ്ടാറില്ല എന്നുമാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഈ ഗോസിപ്പിനെ കുറിച്ച് ലൈലയോട് ചോദിക്കുകയുണ്ടായി. തന്നെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ ഒരു ചില്ലുകൂട്ടിൽ അടച്ചുവെച്ച് ലൈലയോട് അതിന് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. തെറ്റായ ഗോസിപ്പാണെങ്കിൽ ലൈലയ്ക്ക് ആ ചില്ല് അടിച്ചുടയ്ക്കാം എന്നാണ് പറഞ്ഞത്. ആ ഗോസിപ്പിന്റെ ചില്ല് കൂട്ടിന് ഒറ്റയടി നൽകി അപ്പോൾ തന്നെ ലൈല അത് പൊളിച്ചടുക്കി. ആരാണ് ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ലൈല ചോദിച്ചത്. അതേസമയം അടുത്തിടെ മറ്റൊരു അഭിമുഖത്തിൽ ലൈല തമാശയോടെ പറഞ്ഞ ഒരു കാര്യം വൻ വൈറലായിരുന്നു. സൂര്യയോട് എനിക്ക് തുടക്കത്തിൽ ക്രഷ് തോന്നിയിരുന്നുവെന്നും അത് കേട്ടാൽ ജ്യോതിക തന്നെ കൊല്ലും എന്നുമാണ് ലൈല പറഞ്ഞിരുന്നത്. എന്നാൽ അത് തീർത്തും തമാശയായിരുന്നു എന്നാണ് ആരാധകരും പറയുന്നത്. ദുബായിൽ പോയി കോടികൾ ചിലവിട്ട് ലൈല സൗന്ദര്യത്തിന് വേണ്ടിയുള്ള ചികിത്സകൾ നടത്തിയെന്ന ഗോസിപ്പും നടി നിഷേധിച്ചു. VIP എന്ന ചിത്രത്തിൽ ലൈല എന്ന പേര് മാറ്റി പൂജ എന്നാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലൈല സിനിമയിൽ നിന്ന് പിന്മാറിയെന്നും പകരമായിട്ടാണ് സിമ്രൻ വന്നതെന്നും വാർത്തകളുണ്ടായിരുന്നു. അത് ഗോസിപ്പല്ല, സത്യമാണെന്നും ലൈല പറഞ്ഞു. സിനിമയുടെ പൂജയ്ക്ക് പേര് ലൈല എന്ന് മാറ്റി പൂജ എന്നാക്കണമെന്ന് നിർബന്ധിച്ചതിനെ തുടർന്നാണത്രേ ലൈല VIP നിന്ന് പിന്മാറിയത്. സിമ്രന്റെ ആദ്യ ചിത്രമാണ് 1997 പുറത്തിറങ്ങിയ VIP. പക്ഷേ ആ ചിത്രത്തിൽ സിമ്രാനോട് പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ലൈല വ്യക്തമാക്കി. എന്താണെങ്കിലും ഈ സംഭവം വലിയ ചർച്ചയാവുകയാണ്. കാരണം സൂര്യയോട് ക്രഷ് തോന്നാത്ത മലയാളി പെൺകുട്ടികളും തമിഴ് പെൺകുട്ടികളും ഇല്ല എന്നത് മറ്റൊരു കാര്യമാണ്. എങ്കിലും സൂര്യയും ജ്യോതികയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റു പല നടിമാരും വന്നിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത്. സൂര്യയോടൊപ്പം അഭിനയിച്ച പല താരങ്ങൾക്കും സൂര്യയോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടാകാം. അത്രയ്ക്കും ജെന്റിൽമാനാണ് സൂര്യ എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇതൊന്നും നമ്മുടെ ജ്യോതികയെ ബാധിക്കാൻ ഒരു കാര്യവുമില്ല. കാരണം സൂര്യയും ജ്യോതികയും തമ്മിലുള്ള ഒരു സ്നേഹവും അവർ തമ്മിലുള്ള അടുപ്പവും മറ്റൊന്നിനെയും അതിശയിച്ചിട്ടല്ല അല്ലെങ്കിൽ ആശ്രയിച്ചിട്ടല്ല ഇരുവരും സ്നേഹിക്കുന്നത്. ഒരു പണമോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും ഇവർ അന്യോന്യം അങ്ങനെ പകരം വയ്ക്കുന്നുമില്ല. സൂര്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒപ്പം ജ്യോതികയും, എന്നാൽ ജ്യോതികയ്ക്ക് ഒരു തലവേദന വന്നാൽ പോലും എപ്പോഴും സൂര്യ അടുത്തുണ്ടാകുമെന്നും ജ്യോതിക പറയാറുണ്ട്. തനിക്ക് എന്തെങ്കിലും വയ്യ ബുദ്ധിമുട്ടാണെങ്കിൽ സൂര്യ മറ്റെങ്ങോട്ടും പോകാതെ തൻ്റെ അടുത്ത് തന്നെ നോക്കിയിരിക്കും. തനിക്ക് എന്ത് വേണമെങ്കിലും തൻ്റെ അടുത്തിരുന്ന് ചെയ്തു തരും. അങ്ങനെയാണ് സൂര്യ തന്നെ ശുശ്രൂഷിക്കുന്നതെന്ന് പലപ്പോഴും ജ്യോതിക തുറന്നു പറഞ്ഞിട്ടുണ്ട്.